സംസ്ഥാന കാർഷിക മേഖല കടുത്ത വരൾച്ചയെ നേരിടുകയാണെന്ന് കൃഷിമന്ത്രി. ഇപ്പോൾ തന്നെ 241 കോടി രൂപയുടെ നാശനഷ്ടമാണ് വിലയിരുത്തിയിരിക്കുന്നത്. അടുത്ത 2 മാസം കൂടി മഴ ലഭിച്ചില്ലെങ്കിൽ ഇത് ഭീമമാകുമെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. കേരളത്തിലെ കാർഷിക മേഖല കടുത്ത വരൾച്ച നേരിടുകയാണെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. നിലവിൽ 241 കോടി രൂപയുടെ നഷ്ടമാണ് കാർഷിക മേഖലയിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. വരുന്ന 2 മാസക്കാലം കേരളത്തിലെ ആവശ്യമായ മഴ ലഭിച്ചില്ലെങ്കിൽ നഷ്ടം രൂക്ഷമാകുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു. 241 കോടിയുടെ നഷ്ടം കേരളത്തിൽ ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഫെബ്രുവരി മാർച്ചോട് കൂടിയിട്ട് അതിന്റെ നഷ്ടം മഴ പെയ്തില്ലെങ്കിൽ വൻതോതിൽ വർദ്ധിക്കാനാണ് സാധ്യത. നിലവിലുള്ള നാശനഷ്ടം പരിഹരിക്കാൻ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്നും കൃഷിമന്ത്രി ഉറപ്പു നൽകി. വരൾച്ചയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ നഷ്ടത്തിനും നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കൃഷി ഓഫീസർമാർ ഈ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ അപ്പോൾ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം 18-ന് കേന്ദ്ര ഗവൺമെന്റ് വിളിച്ചു ചേർത്തിരിക്കുന്ന കൃഷിമന്ത്രിമാരുടെ യോഗത്തിൽ കേരളത്തിന്റെ നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.